Hello students, today we are going to start with the chapter Production and Cost. മൈക്രോഇക്കണോമിക്സിലെ തേർഡ് ചാപ്റ്ററായ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് ആണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ അതിൽ ഇൻപുട്ട് ഉണ്ടായിരിക്കണം. ഇൻപുട്ട് ഉണ്ടായാൽ മാത്രമേ നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുള്ളൂ. ഇൻപുട്ട്സ് എന്ന് വെച്ചാൽ ആ റിസോഴ്സസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് എ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റിസോഴ്സസിനെയാണ് ഇൻപുട്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റിസോഴ്സസ് അല്ലെങ്കിൽ ഇൻപുട്ട്സ് ആണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, റോ മെറ്റീരിയൽ. ലാൻഡ് എന്ന് വെച്ചാൽ ഭൂമി, ലേബർ തൊഴിലാളികൾ, ഓർഗനൈസേഷൻ ആൻഡ് ക്യാപിറ്റൽ മൂലധനം, അതുപോലെ തന്നെ റോ മെറ്റീരിയൽ അസംസ്കൃത വസ്തുക്കൾ. ദിസ് ആർ റിസോഴ്സസ്. പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് വെച്ചാൽ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് പ്രൊഡക്ഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ദ പ്രൊഡക്ഷൻ ഫങ്ഷൻ റെഫേഴ്സ് ടു ദ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്സ് ഓർ റിസോഴ്സസ് ഓഫ് എ ഫേം ആൻഡ് ദെയർ ഔട്ട്പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അറ്റ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ total product and marginal product. Total product, total amount of output produced at different level of input. Different level of input ഉപയോഗിച്ചിട്ട് ഒരു ഫേമിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് ഔട്ട്പുട്ടിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇൻപുട്ടിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. Marginal product is equal to rate of change in output as input x increased by 1 unit. Input xൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഫേമിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ടോട്ടൽ ഔട്ട്പുട്ടിനെയാണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അഡീഷണലായിട്ട് ഒരു യൂണിറ്റും കൂടിയും ഇൻപുട്ട് ഉപയോഗിക്കുമ്പോൾ ഔട്ട്പുട്ടിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ചിനെയാണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഒരു കമ്മോഡിറ്റീൻ്റെ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ടി പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ്. ഡെൽറ്റ ടി പി മീൻ ചെയ്യുന്നത് ടോട്ടൽ പ്രൊഡക്റ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഡെൽറ്റ ത്രികോണത്തിലുള്ള ഡെൽറ്റ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ചേഞ്ചസ് ആണ്. ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് ഇൻപുട്ടിലുണ്ടാകുന്ന ചേഞ്ച്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് മാർജിനൽ പ്രൊഡക്റ്റ്. ഇതൊരു റൈസ് ഫാമറിൻ്റെ പ്രൊഡക്ഷൻ ഫങ്ഷനാണ്. ടേബിൾ 1 നോക്കിയാൽ മനസ്സിലാവും. ടോട്ടൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് 0യിൽ നിന്ന് തുടങ്ങി പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് മാക്സിമം 32 വരെ അത് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നീട് അത് ഡിക്രീസ് ചെയ്യുന്നു. അതായത് ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ഒരു കർവ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ടിപ്പിൽ നിന്ന് തുടങ്ങിയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്തിട്ട് അതൊരു മാക്സിമം ലെവലിലെത്തിയതിന് ശേഷം പിന്നീട് ഡിമിനിഷിങ് ചെയ്യുന്നു. ഇതാണ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്. അഥവാ ഇത് ഫസ്റ്റ് 0യിൽ നിന്ന് തുടങ്ങുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, മാക്സിമം ലെവലിലെത്തി പിന്നെയും ഡിക്രീസ് ചെയ്യുന്നു. ഇതാണ് ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്. ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് കർവിൻ്റെ ഷേപ്പാണിത്. ഫസ്റ്റ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു, ഒരു മാക്സിമം ലെവലിലെത്തി പിന്നെ ഡിമിനിഷ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് കർവിൻ്റെ ഷേപ്പ് ഉണ്ടായിരിക്കുക. മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് പിറകെ ആയിട്ടാണ് ഉണ്ടാവുക. അത് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിമിനിഷ് ചെയ്യുന്നു, പിന്നെ നെഗറ്റീവ് സ്ഥാനത്തേക്ക് പോകുന്നു. ഇതാണ് ഒരു മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ ഷേപ്പ്. ഈ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാവും. ടോട്ടൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, മാക്സിമം ലെവലിലെത്തുന്നു, ഡിമിനിഷ് ചെയ്യുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് കർവ് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിമിനിഷ് ചെയ്യുന്നു, പിന്നെ നെഗറ്റീവ് പോയിന്റിലേക്ക് പോകുന്നു. ടി പിയുടെയും എം പിൻ്റെയും ഷേപ്പ്. ആവറേജ് പ്രൊഡക്റ്റ് മെഷർ ചെയ്യുന്നത് ഒരു യൂണിറ്റ് ഇൻപുട്ട് ഉപയോഗിച്ചിട്ട് എത്ര യൂണിറ്റ് ഔട്ട്പുട്ട് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. അതായത് എ പി ഇസ് ഈക്വൽ ടു ടി പി ബൈ എൽ. ടോട്ടൽ പ്രൊഡക്റ്റിനെ മൊത്തം ലെവൽ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് പ്രൊഡക്റ്റ് കിട്ടും. ആവറേജ് പ്രൊഡക്റ്റ് മെഷർ ചെയ്യുന്നത് ടോട്ടൽ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് യൂസ്ഡ്. ഒരു ഇൻപുട്ട് യൂസ് ചെയ്യുമ്പോൾ എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആവറേജ് പ്രൊഡക്റ്റ് മെഷർ ചെയ്യുന്നത്. ഒരു ഇൻപുട്ടിൻ്റെ പ്രൊഡക്ടിവിറ്റി യൂഷ്വലി എക്സ്പ്രസ്ഡ് ചെയ്യുന്നത് ആവറേജ് പ്രൊഡക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ്.
ഇനി ആവറേജ് പ്രൊഡക്റ്റ് ഓഫ് ലേബർ ആണിത്. ആവറേജ് ടോട്ടൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് 0 എന്ന് തുടങ്ങി പിന്നീട് ഇൻക്രീസ് ചെയ്യുന്നു, മാക്സിമത്തിലെത്തുന്നു, ഡിമിനിഷ് ചെയ്യുന്നു. പ്രൊഡക്റ്റ് 0 എന്ന് തുടങ്ങി പിന്നീട് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിക്രീസ് ചെയ്യുന്നു. ടോട്ടൽ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടായിരിക്കും ആവറേജ് പ്രൊഡക്റ്റിൻ്റെയും ചലനം ഉണ്ടാവുക. ഇതാണ് ഒരു ആവറേജ് പ്രൊഡക്റ്റും ടോട്ടൽ പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആവറേജ് പ്രൊഡക്റ്റ് ആൻഡ് മാർജിനൽ പ്രൊഡക്റ്റ്. ഫസ്റ്റ് ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും എന്തെന്നു ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മാക്സിമം പോയിന്റിൽ അവ എത്തുന്നു. ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ തൊട്ട് താഴെയാണ് ഉണ്ടാവുക. ഇതാണ് അതിൻ്റെ ഗ്രാഫ്. ആവറേജ് പ്രൊഡക്റ്റ് മാർജിനൽ പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. ഇൻക്രീസ് ചെയ്തിട്ട് അത് രണ്ടും ഒരു മാക്സിമം പോയിന്റിലേക്ക് എത്തുന്നു. അതിനുശേഷം മാക്സ് എ പി എന്ന് പറയുന്ന മാക്സ് എം പി, അത് രണ്ടും ടാൻജൻ്റ് ആവുന്ന ആ സ്ഥലത്ത്, അത് രണ്ടും കൂട്ടിമുട്ടുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ആവറേജ് പ്രൊഡക്റ്റ് ഡിമിനിഷസ് ചെയ്യുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് ഡിമിനിഷസ് ചെയ്യുന്നു, അതുപോലെ തന്നെ നെഗറ്റീവിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇനി 3 സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനാണ് പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പ്രൊഡക്ഷൻ നടക്കുമ്പോൾ 3 സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് ഈ ടി പിൻ്റെയും എം പിൻ്റെയും എ പിൻ്റെയും റിലേഷൻഷിപ്പാണ് ഈ സ്റ്റേജസ് ഓഫ് പ്രൊഡക്ഷനിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് എ പി ഇൻക്രീസിങ്, സോ എം പി ഗ്രേറ്റർ ദാൻ എ പി. എം പി ഗ്രേറ്റർ ചെയ്യുന്നു, എം പി എന്ത് ചെയ്യുന്നു കൂടുന്നു. എ പി ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടും മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓൾ ദ പ്രൊഡക്റ്റ് കർവ് ആർ ഇൻക്രീസിങ്. ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാ പ്രൊഡക്റ്റ് കർവും ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എ പി മാക്സിമം പോയിന്റിലെത്തുമ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജ് എന്താവുന്നു, എന്താവാണ് ചെയ്യുന്നത്, സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ എല്ലാം ഡിമിനിഷ് ചെയ്യുന്നു, എല്ലാ കർവും ഡിമിനിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് കുറഞ്ഞിട്ട് ഒരു ഡിമിനിഷസ് റേറ്റിൽ അത് ചെറുങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് എ പി എന്ത് ചെയ്യുന്നു മാക്സിമം ലെവലിൽ എത്തുന്ന സമയത്ത് എം പി എന്തായിരുന്നു 0യിലേക്ക് എത്തുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് 0യിലേക്ക് എത്തുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. മാർജിനൽ പ്രൊഡക്റ്റ് കർവ് എന്ത് ചെയ്യുന്നു നെഗറ്റീവിലാകുന്ന പോയിന്റിൽ സ്റ്റേജ് 3 സ്റ്റാർട്ട് ചെയ്യുന്നു. ഓൾ പ്രൊഡക്റ്റ് കർവ് ആർ ഡിക്രീസിങ്, എല്ലാ പ്രൊഡക്റ്റ് കർവും ഡിക്രീസ് ചെയ്യുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവിലെത്തുമ്പോൾ സ്റ്റേജ് 3 സ്റ്റാർട്ട് ചെയ്യുന്നു, നെഗറ്റീവ് പോയിന്റിലേക്ക് കിടക്കുമ്പോൾ. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റ് കർവും ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ടോട്ടൽ പ്രൊഡക്റ്റ് മാക്സിമത്തിലെത്തുന്ന പോയിൻ്റാണ് സ്റ്റേജ് 3. ഇപ്പോൾ മാക്സിമത്തിലെത്തുന്ന പോയിൻ്റിൽ നിന്ന് ടോട്ടൽ പ്രൊഡക്റ്റ് ഡിമിനിഷസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സ്റ്റേജ് 3യിൽ. ഷോർട്ട് റൺ അനാലിസിസിൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് മോർ കോമൺലി റെഫേർഡ് ടു ആസ് സങ്ക് കോസ്റ്റ് ഓർ ഓവർ ഹെഡ് കോസ്റ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ അതിൽ പ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിലും ഉണ്ടെങ്കിലും ഉണ്ടാകുന്ന ഒരു കോസ്റ്റാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഷോർട്ട് റൺ അനാലിസിസിൽ ടോട്ടൽ കോസ്റ്റ് ഈസ് എ സം ഓഫ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ആൻഡ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെയും ടോട്ടൽ വാരിയബിൾ കോസ്റ്റിൻ്റെയും ഈക്വലാണ് ടോട്ടൽ കോസ്റ്റ്. ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഷോർട്ട് റണ്ണിൽ ഒരു പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്, ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റ്, ആവറേജ് ഫിക്സഡ് കോസ്റ്റ്, ആവറേജ് വാരിയബിൾ കോസ്റ്റ്, ആവറേജ് കോസ്റ്റ് ആൻഡ് മാർജിനൽ കോസ്റ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ നടന്നാലും നടന്നിട്ടില്ലെങ്കിലും ഉണ്ടാകുന്ന കോസ്റ്റാണ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. ഔട്ട്പുട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ ഔട്ട്പുട്ടിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് മാറുന്ന കോസ്റ്റാണ് ടോട്ടൽ വാരിയബിൾ കോസ്റ്റ്. ഔട്ട്പുട്ട് 0 ആയിരിക്കുമ്പം ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. ഔട്ട്പുട്ട് മാക്സിമത്തിലെത്തുമ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് മാക്സിമം ആയിരിക്കും. ഔട്ട്പുട്ട് ഡിമിനിഷ് ചെയ്യുമ്പോൾ ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ഡിമിനിഷ് ചെയ്യുന്നു. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൊഡക്ഷനെയാണ്, ഔട്ട്പുട്ടിൻ്റെ അളവിനെയുമാണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ വാരിയബിൾ കോസ്റ്റും ടോട്ടൽ ഫിക്സഡ് കോസ്റ്റും കൂട്ടിയാൽ കിട്ടുന്ന ആകെ തുകയാണ് ടോട്ടൽ കോസ്റ്റ് എന്നറിയപ്പെടുന്നത്. TVC പ്ലസ് TFC ആണ് ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഷേപ്പ് എപ്പോൾ എന്തായിരിക്കും,
ഹൊറിസോണ്ടൽ ലൈൻ ആയിരിക്കും. ഹൊറിസോണ്ടലി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ കർവ് എന്ന് പറയുന്നത്. എന്നാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ കർവ് അഥവാ TPൻ്റെ ഒരു ഷേപ്പാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ഒരു ഷേപ്പിലാണ് വരിക. ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. ടോട്ടൽ ഔട്ട്പുട്ട് ഡിക്രീസ് ചെയ്യുമ്പോൾ ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിന് ടോട്ടൽ പ്രൊഡക്റ്റിൻ്റെ ഒരു ഷേപ്പാണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന് ഉണ്ടാവുക. എന്നാൽ ടോട്ടൽ കോസ്റ്റിൻ്റെ ഷേപ്പ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിനെയും ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിലാണ് ടോട്ടൽ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിൻ്റെ അതേ ഷേപ്പിൽ അതെന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ ഡിമിനിഷസ് ചെയ്യുന്നു. ഇതാണ് ഒരു ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റും ടോട്ടൽ വേരിയബിൾ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. Average variable cost. It is variable cost per unit of output. ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട വേരിയബിൾ കോസ്റ്റിനെയാണ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് സൂചിപ്പിക്കുന്നത്. വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ബൈ Q output. The average variable cost as per unit of TVC curve is measured by the slope of the line from the origin to the point. AVC is equal to TVC by Q. ഇതൊരു AVC കർവാണ്. ഇതൊരു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കർവാണ്. ഒരു AVC കർവിൻ്റെ ഷേപ്പാണിത്. ഫസ്റ്റ് ഡിമിനിഷിങ്, പിന്നെ മിനിമം AVCയിലെത്തുന്നു, പിന്നെ ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഒരു AVC കർവിൻ്റെ ഷേപ്പ്. AVC കർവിൻ്റെ മിനിമം പോയിന്റിലൂടെ ടച്ച് ചെയ്തിട്ട് കടന്നു പോകുന്ന ഒരു മാർജിനൽ കോസ്റ്റ് കർവാണിത്. ഒരു മാർജിനൽ കോസ്റ്റ് കർവ് എപ്പോഴും AVCൻ്റെ മിനിമം പോയിന്റിലൂടെ കടന്നു പോകുന്നു, എന്നിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഒരു മാർജിനൽ കോസ്റ്റ് കർവിൻ്റെയും ആവറേജ് കോസ്റ്റ് കർവിൻ്റെയും ഷേപ്പ്. MC and AVC are U-shaped curve and AVC cuts MC at minimum point. AVCൻ്റെ മിനിമം പോയിന്റിലൂടെ MC കടന്നു പോകുന്നു, എന്നിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് ഒരു ACൻ്റെ MCൻ്റെ ഷേപ്പ്. ഇത് വരയ്ക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. AC MC are U-shaped curves and AVC cuts MC at the minimum point. മിനിമം പോയിന്റിൽ MCനെ കട്ട് ചെയ്യുന്നു. ഇതാണ് ഒരു മാർജിനൽ കോസ്റ്റും ആവറേജ് കോസ്റ്റിൻ്റെയും കർവ്. വിവിധ കർവിൻ്റെ ഷേപ്പുകളാണിത്. MCൻ്റെയും AFCൻ്റെയും ഷേപ്പ് U ഷേപ്പിലാണ്. അതുപോലെ തന്നെ ACൻ്റെത് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള U ഷേപ്പിഡ് കർവാണ് AC. AC കർവിൻ്റെയും AC കർവിൻ്റെയും മിനിമം പോയിന്റിലൂടെ MC കർവ് ടച്ച് ചെയ്തിട്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഷോർട്ട് റൺ കോസ്റ്റ് കർവുകൾ. ഇനി ലോങ് റൺ കോസ്റ്റ് കർവുകളുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിലൂടെ പഠിക്കാം. താങ്ക് യു.